ഹലോ, അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ സാധാരണ ഞായറാഴ്ച രാവിലെ എണീക്കാറില്ല. അപ്പോൾ ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. കാരണം ഇന്ന് പൊതിച്ചോറ് കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നലെയാണ് വിളിച്ച് പറഞ്ഞത് പൊതിച്ചോറ് കൊടുക്കണമെന്ന്. അപ്പം മീനൊന്നുമില്ല, ഉള്ള പച്ചക്കറി വെച്ചും കൊണ്ടുള്ളൊരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ കുറച്ച് വെണ്ടയ്ക്കയും ക്യാബേജും മത്തങ്ങയും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാബേജ് തോരനും വെണ്ടയ്ക്ക തോരനും മത്തങ്ങയും പയറും എരിശ്ശേരിയും ഉണ്ടാക്കാനായിട്ട് പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെച്ചതുകൊണ്ട് പിന്നെ ജോലി എളുപ്പമാണ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ പച്ചക്കറി അരിഞ്ഞ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഇന്ന് സമയം പോകും. അപ്പോൾ രാവിലെ തന്നെ ഇത് പൊതിച്ചോറ് കൊണ്ടുപോകാനായിട്ട് ആൾ വരും. അപ്പോൾ മത്തങ്ങയും പയറുമൊക്കെ അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് വേവിക്കാനായിട്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും എല്ലാം ഇട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ ക്യാബേജ് തോരനുള്ളതും വെച്ചു. പിന്നെ വെണ്ടയ്ക്ക തോരനും വച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം പിന്നെ ഇനി മത്തങ്ങയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ജീരകം ഇട്ട് തേങ്ങ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരച്ചും ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് തേങ്ങ വറുത്തും ചേർക്കുന്നുണ്ട് മത്തങ്ങയും പയറും എരിശ്ശേരിയിലേക്ക്. അപ്പോൾ ഒരടുപ്പത്ത് ക്യാബേജ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, പിന്നെ വെണ്ടയ്ക്ക തോരനും വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അത് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ അത് വേവണ സമയം കൊണ്ട് പിന്നെ നമുക്ക് രാവിലത്തെ ചായക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി കുഴച്ചെടുക്കുകയാണ്, ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ. അപ്പോൾ ഇന്ന് പിള്ളേർക്ക് ആലു പൊറോട്ട ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് കുഴച്ച് മാറ്റി വയ്ക്കുകയാണ്, ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ച് മാറ്റി വയ്ക്കുകയാണ്. ഒരുപാട് നാളായിട്ടോ ആലു പൊറോട്ട ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ആ പിള്ളേർ പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കൊന്ന് ക്യാബേജ് തോരനും പിന്നെ വെണ്ടയ്ക്കയും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇവിടെ ക്യാബേജ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് തേങ്ങയൊക്കെ ഇട്ടു. പിന്നെ വെണ്ടയ്ക്കയിലും തേങ്ങ ഇട്ട് വെണ്ടയ്ക്ക തോരനും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി മത്തങ്ങ പയറും റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ജീരകം ഇട്ട് അതൊന്ന് വറുത്തതിന് ശേഷം തേങ്ങയിട്ട് വറുത്തിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ട് പിന്നെ തേങ്ങ അരച്ച അരപ്പും കൂടി ചേർത്ത് മത്തങ്ങയും പയറും കൂടിയും ചേർത്ത് അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മത്തങ്ങയും പയറും കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി. അപ്പോൾ അതേ പൊതിച്ചോറിലേക്കുള്ള കറികളെല്ലാം റെഡിയായി. അപ്പോൾ അതേ വാഴയില എടുത്തുകൊണ്ട് വന്ന് അത് വാട്ടി എടുത്തു കഴിച്ചു. പിന്നെ അതിനകത്തേക്ക് ചോറ് എടുത്തു, മത്തങ്ങ പയർ എരിശ്ശേരി വെച്ചു, പിന്നെ വെണ്ടയ്ക്ക തോരൻ വെച്ചു, ക്യാബേജ് തോരൻ വെച്ചു, പിന്നെ കുറച്ച് മാങ്ങാച്ചാറും പിന്നെ മുട്ട വറുത്തതും കൂടി വെച്ചു. അപ്പോൾ അതേ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 പൊതിച്ചോറാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സും വയറും നിറയണം. അപ്പോൾ ഉള്ള വിഭവങ്ങൾ വെച്ചും കൊണ്ടുള്ളൊരു ചെറിയൊരു പൊതിച്ചോറാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതേ ഇവിടെ പൊതിച്ചോറ് പൊതിഞ്ഞ് വയ്ക്കുകയാണ്. അപ്പോൾ 2 പൊതിച്ചോറ്, ഈ പൊതിച്ചോറ് പൊതിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം അപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു പൊതിച്ചോറ് കെട്ടണമെന്ന്. അപ്പോൾ ഞാൻ മോളോട് ചോദിച്ചു അവൾക്ക് വേണോ പൊതിച്ചോറ് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മോന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അവൾക്കും കൂടി വേണ്ടിയിട്ട് എനിക്കും അവൾക്കും കൂടി വേണ്ടിയിട്ട് ഒരു 2 പൊതിച്ചോറ് ഞങ്ങളും പൊതിഞ്ഞ് മാറ്റി വെച്ചു. അതിനുശേഷം പിന്നെ രാവിലത്തെ ചായക്ക് വേണ്ടിയിട്ടുള്ള ആലു പൊറോട്ട ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ചപ്പാത്തി ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആലു പൊറോട്ടയുടെ മിക്സ് എല്ലാം തയ്യാറാക്കിയിട്ട് പിന്നെ ചപ്പാത്തി പരത്തിയെടുത്ത് ആലു പൊറോട്ട റെഡിയാക്കി എടുത്തു. അപ്പോൾ അതേ ചായയും റെഡിയായി, ആലു പൊറോട്ട റെഡിയായി. അപ്പോൾ അതേ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. അതിനുശേഷം പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്കാണ് കേട്ടോ ഈ പൊതിച്ചോറ് എടുത്തത്. ആ പൊതി തുറക്കുമ്പോൾ തന്നെ വാട്ടിയ വാഴയിലയുടെ വാസന നല്ലൊരു വാസനയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.